ലെബനനിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ച് ഇസ്രയേലിലെ ഗോളന് ഹൈറ്റ്സിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടെ ഹിസ്ബുള്ള നടത്തിയ വ്യോമാക്രമണത്തിൽ 12 കുട്ടികളടക്കമുള്ളവർ കൊല്ലപ്പെട്ടതിനു പിന്നാലെയാണ് തിരിച്ചടി. ശനിയാഴ്ച മജ്ദല് ഷംസിലെ ഡ്രൂഡ് ടൗണിൽ നടന്ന ആക്രമണത്തിന് പിന്നില് ഹിസ്ബുള്ളയാണെന്ന് ഇസ്രയേൽ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഹിസ്ബുള്ള ഇത് നിഷേധിച്ചിരുന്നു. അറബി സംസാരിക്കുന്ന മതപരവും വംശീയപരവുമായി ഡ്രൂസ് വിഭാഗത്തിൽപ്പെടുന്ന 25,000 അംഗങ്ങൾ താമസിക്കുന്ന ഗോലാന് കുന്നുകളിലെ 4 ഗ്രാമങ്ങളിലൊന്നാണ് ആക്രമണം നടന്ന മജ്ദല് ഷംസ്. ലെബനന് അതിർത്തിയില് 7 ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം അക്രമത്തിൽ പരുക്കുകളുണ്ടോയെന്ന് വ്യക്തമല്ല. ഒക്ടോബർ 7 ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചത് മുതൽ ഇസ്രയേലിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടമാണ് ശനിയാഴ്ച നടന്ന ഫുട്ബോൾ പിച്ചിലെ ആക്രമണം. ആക്രമണത്തിന് പിന്നാലെ ഉടനടി പ്രതികരിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ളയ്ക്കെതിരെ പ്രതികാരം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. പിന്നാലെയാണ് ആയുധങ്ങളും മറ്റുമുള്ള ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കിയത്. എന്നാൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം നിഷേധിച്ച ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് ഇസ്രായേലിന്റെ റോക്കറ്റാണ് സ്ഫോടനത്തിന് കാരണമായതെന്ന് ഐക്യരാഷ്ട്രസഭയോട് വ്യക്തമാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. ശനിയാഴ്ചത്തെ ആക്രമണത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനു മുമ്പ് മറ്റ് 4 ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തിരുന്നു. ഫുട്ബോൾ ഗ്രൗണ്ടിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അകലെ ഗോലാന് കുന്നുകളുടെയും ലെബനന്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഹെർമോൺ പർവ്വതത്തിന്റെ ചരിവുകളിൽ അടുത്തുള്ള സൈനിക കോമ്പൗണ്ടിലായിരുന്നു ഒരു ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ള സംഭവത്തിന്റെ ഉത്തരവാദിത്തം നിഷേധിക്കുകയും കള്ളം പറയുകയുമാണ് ചെയ്യുന്നതെന്ന് IDF വക്താവ് ഡാനിയേൽ ഹഗാരി ആരോപിച്ചു. ഹിസ്ബുള്ളയുടെ ഉടമസ്ഥതയിലുള്ള ഇറാനിയന് നിർമ്മിത ഫലക് 1 റോക്കറ്റ് ഉപയോഗിച്ചാണ് വ്യോമാക്രമണം നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ലബനന് സർക്കാരും പ്രതികരണമായി പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു. എല്ലാ പൗരന്മാർക്കുമെതിരായ എല്ലാ അക്രമങ്ങളെയും അപലപിക്കുന്നു. പൗരന്മാരെ ലക്ഷ്യം വെക്കുന്നത് അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനവും മാനവികതയുടെ തത്വങ്ങൾക്ക് വിരുദ്ധവുമാണ്. പരമാവധി സംയമനം എല്ലാ ആളുകളും പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി.